ഇന്ന് നമ്മുടെ നാട് അതിജീവനത്തിന്റെ പാതയിലാണ്. ഉരുളെടുത്ത പ്രിയപ്പെട്ടവരുടെ ആഘാതത്തിൽ നിന്ന് പടിപടിയായി മനുഷ്യർ കരകയറുകയാണ്. മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാന സർക്കാരിന് പുറമെ നിരവധി രാഷ്ട്രീയ, സാമൂഹ്യ, സന്നദ്ധ സംഘടനകൾ ദുരന്തബാധിതർക്ക് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അതിൽ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ഉണ്ടായിരുന്നു. 100 വീട് വെച്ചു കൊടുക്കുക എളുപ്പമല്ല. ഇതിനായി കോൺഗ്രസ് ഒരു ആപ്പ് പുറത്തിറക്കി. സ്റ്റാൻഡ് വിത്ത് വയനാട് INC 2024 ഓഗസ്റ്റ് 19 ഈ ആപ്പ് പുറത്തിറക്കിയത്. നമ്മളിപ്പോ പ്രോഗ്രാം എന്താണോ ആസൂത്രണം ചെയ്യുന്നത് ആ പ്രോഗ്രാം നടത്താനുള്ള ഫണ്ട് പബ്ലിക്കിലൂടെ ഈ ആപ്പിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ആരും ഇതിനകത്ത് വഴിതെറ്റി കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന ആരും മറ്റൊരു തരത്തിലേക്കുള്ള ഒരു പിരിവുമായി പോവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വയനാട് ദുരന്തമുണ്ടാകുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയായിരുന്നു മണ്ഡലത്തിന്റെ MP. പുനരധിവാസത്തിനായി രാഹുൽ ഗാന്ധി 1 മാസത്തെ ശമ്പളം, അതായത് 2,30,000 രൂപ സംഭാവന നൽകി. വർഷം 1ഉം 3 മാസവും കഴിഞ്ഞു. ആ വീടുകൾ എവിടെയെന്ന് അറിയണമല്ലോ, എന്ന് നിർമ്മാണം പൂർത്തിയാകുമെന്ന് അറിയണമല്ലോ. സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല. സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല. വയനാട് കലക്ടറേറ്റിൽ നിന്ന് PRD അടക്കം എല്ലാ മാധ്യമങ്ങൾക്കും ഈ പട്ടിക ലഭിച്ചിട്ടുണ്ട്. ആ പട്ടികയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അത് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. ഇനി KPCC അധ്യക്ഷന് ഗുണഭോക്താക്കളെ അറിയണോ? വഴി ഞാൻ പറഞ്ഞുതരാം. ഗൂഗിളിൽ ചൂരൽമല മുണ്ടക്കൈ റീഹാബിറ്റേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വയനാട് township.kerala.gov എന്ന ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലിങ്ക് വരും. അത് തുറന്നാൽ കൃത്യമായി ബെനിഫിഷ്യറി, അതായത് ഗുണഭോക്താക്കളുടെ പേര്, വിവരങ്ങളുണ്ട്. ദുരന്തബാധിതർക്ക് തണലൊരുക്കാൻ 43,77,00,000 രൂപ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ അക്കൌണ്ടിൽ കെട്ടിവെച്ചാണ് സർക്കാർ എൽസ്റ്റൺ ഭൂമി ഏറ്റെടുത്തത്. അതായത് പണം കൊടുത്താണ് സർക്കാർ പോലും ഭൂമി വാങ്ങിയത്. ഇനി സർക്കാർ ചെയ്യുന്നത് നോക്കണ്ട. കോൺഗ്രസിന് ലീഗിനോട് ചോദിക്കാമല്ലോ. ആദ്യം ചില നിയമ തടസ്സം നേരിട്ടുവെങ്കിലും ഭൂമി കണ്ടെത്തി ലീഗ് നിർമ്മിക്കുന്ന പറഞ്ഞ വീടുകളുടെ നിർമ്മാണം നന്നായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ലീഗിനോട് വേണമെങ്കിൽ എങ്ങനെ നിങ്ങൾ ഭൂമി കണ്ടെത്തിയെന്ന് കോൺഗ്രസിന് ചോദിക്കാം. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആപ്പിലൂടെ എത്ര പണമാണ് കോൺഗ്രസ് സമാഹരിച്ചത്? അതിന്റെ കണക്ക് ആരുടെ കയ്യിലാണുള്ളത്? 100 വീട് നിർമ്മിക്കാനുള്ള പണം ഈ ആപ്പിലൂടെ കോൺഗ്രസിന് കിട്ടിയോ? ഈ ആപ്പ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ടോ? അറിയാനുള്ള കൗതുകത്തിന് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. പുതിയ വെർഷൻ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ഒടുവിൽ നന്ദിയെന്നും. ആപ്പിന്റെ പുതിയ വെർഷൻ എവിടെയാണുള്ളത്? ഈ ആപ്പ് എന്തുകൊണ്ടാണ് അടച്ചുപൂട്ടിയത്? ആർക്കറിയാം.